നമസ്കാരം. ജ്യോതിഷവാർത്തയിലേക്ക് സ്വാഗതം. ക്ഷിപ്രപ്രസാദിയായ മഹാദേവനും മംഗല്യവരദായിനിയായ ശ്രീ പാർവതീദേവിയും ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് വെള്ളാരപ്പിള്ളി തിരുവൈരാണിക്കുളത്ത് പെരിയാറിന് സമീപമാണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും ശ്രീ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവമാണ് ഈ ക്ഷേത്രത്തെ ലോകമെമ്പാടും പ്രശസ്തമാക്കുന്നത്. തിരുവൈരാണിക്കുളത്തെത്തിയാൽ എല്ലാവർക്കും പറയാനുള്ളത് ഈ ദേവി ദർശനത്തിന്റെ മഹിമയെക്കുറിച്ചാണ്. വർഷത്തിൽ 12 ദിവസം മാത്രം ശ്രീ പാർവതീദേവിയുടെ തിരുനട തുറക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസമാണ് നട തുറക്കുക. ഇത്തവണ 2026 ജനുവരി 2 മുതൽ 13 വരെയാണ് നടതുറപ്പ് മഹോത്സവം. നടതുറപ്പാകുമ്പോഴേക്കും ഭക്തലക്ഷങ്ങൾ ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തും. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ദേവി ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. ഈ 12 ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും ദേവി ദർശനം നടത്താൻ സാധിക്കുന്നവർക്ക് മംഗല്യ സൗഭാഗ്യവും ദീർഘമംഗല്യവും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസങ്ങളിൽ ദേവിയെ കണ്ടു തൊഴുത് എന്താഗ്രഹം പറഞ്ഞാലും അത് അടുത്ത വർഷത്തെ നടതുറപ്പിനു മുന്നേ സാധിക്കുമെന്നുള്ളത് നിരവധി ഭക്തരുടെ അനുഭവമാണ്. ശിവപാർവതിമാർ ഒരേ ശ്രീകോവിലിലാണെങ്കിലും അവർ പരസ്പരം അനഭിമുഖമായിട്ടാണ് കുടികൊള്ളുന്നത്. നിത്യേന ഭക്തർക്ക് ദർശനം സാധിക്കുന്നത് മഹാദേവനെ മാത്രമാണ്. ദേവിയുടെ നട വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്നതിന് ഒരു ഐതിഹ്യമുണ്ട്. പാർവതീ ദേവിയുടെയും ശിവന്റെയും നട എല്ലാ ദിവസവും തുറക്കുകയും വഴിപാടുകളൊക്കെ നടത്തിപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ പതിവ് എന്താ വെച്ചെങ്കിൽ മഹാദേവന് വേണ്ട എല്ലാ സാധനങ്ങളും, അതായത് മഹാദേവനും പാർവതി ദേവിക്കും വേണ്ട എല്ലാ സാധനങ്ങളും തിടപ്പള്ളി കൊണ്ടുവയ്ക്കും. അരി, ശർക്കര, അതുപോലെ നാളികേരം, ഇതെല്ലാം കൊണ്ടുവയ്ക്കും. എന്നിട്ട് ആ തിടപ്പള്ളി അടച്ചു പോരണമെന്നാണ്. ഇത് പോയി തുറക്കാൻ പാടില്ല ഇതിനപ്പുറത്ത്. അപ്പോൾ ഇത് മേഘശാന്തി വന്ന് അഭിഷേകം, മലർനൈവേദ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ മാത്രമേ തുറക്കാവൂ. അങ്ങനെയാണ് ഒരു അലിഖിത നിയമം. അപ്പോൾ ആരും തുറക്കാറുമില്ല. അപ്പോൾ അവിടെ ഇദ്ദേഹം തിരിച്ച് ഈ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ എല്ലാ സാധനങ്ങളും അരിയും ശർക്കരയും ഇതെല്ലാം പായസവും നേദ്യവും ഒക്കെ ആയി പാകം ചെയ്തിരിക്കണതാണ്. ഇതൊരു അത്ഭുതമായിട്ട് അപ്പം അന്ന് തോന്നി. അപ്പം ആരും പോയി നോക്കാൻ പാടില്ലാത്തതുകൊണ്ട് ആരും പോയില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കുടുംബത്തിൽ, അതായത് അകൂർമന കുടുംബത്തിലെ കാരണവരെ, അത് വളരെ ഭക്തനും അന്നത്തെ ഒക്കെയാണ്. പക്ഷേ ഇദ്ദേഹത്തിനൊരു ജിജ്ഞാസ തോന്നി, ഇതെന്താണ് ഈ തടപ്പള്ളിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നൊരു സംശയം തോന്നിയിട്ട് അദ്ദേഹം ഉടനെ ഇത് തടപ്പള്ളിയുടെ വാതിൽ തുറന്ന് നോക്കുക. നോക്കിയപ്പോൾ ഈ പാർവതീദേവി തന്നെ സർവാഭരണ വിഭൂഷിതയായി അവിടെ പാകം ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതവും, അമ്മയെ മഹാദേവി ജഗദംബികയെ എന്ന് ഉറക്കാൻ അദ്ദേഹം ദേവിയെ ഭജിച്ചു. അപ്പോൾ ദേവിയുടെ ഇദ്ദേഹത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ ദേവിക്ക് യഥാർത്ഥത്തിൽ കോപം ഉണ്ടായത്. കാരണം അരുതാത്തതാണല്ലോ, ഉരാമക്കാരനാണ് എങ്കിൽ കൂടിയും, അതുമാത്രമല്ല അദ്ദേഹം ഭക്തനാണെങ്കിൽ കൂടി ദേവി വളരെ കോപിഷ്ഠയായി. ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വേഗം കാൽക്കൽ വീണു. അയ്യോ, ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, എനിക്ക് ഇങ്ങനെ അപ്പോൾ എങ്ങനെയായാലും അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം. അപ്പോൾ വളരെ ചോദിച്ചു, ശരി, എന്നാൽ 12 ദിവസം മാത്രം എൻ്റെ സാന്നിധ്യവും അതുപോലെ എന്നെ ദർശനിക്കാൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതുമല്ല, എല്ലാ കാലത്തും ദർശനം വേണം എന്ന് വീണ്ടും ഇദ്ദേഹം അപേക്ഷിച്ചു. എൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും എന്നും ആ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം. അപ്പോൾ ദേവി ഒരു കാര്യം ചെയ്താൽ അങ്ങനെ ചെയ്യാം, എല്ലാ കാലത്തും എൻ്റെ സാന്നിധ്യം ഉണ്ടാവും, പക്ഷേ 12 ദിവസം മാത്രമേ എന്നെ ദർശിക്കാൻ പറ്റുള്ളൂ. അന്ന് വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വേണ്ടത്ര ഞാൻ അനുഗ്രഹങ്ങൾ തരികയും ചെയ്യും, അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യുന്ന ഒരു രൂപിണിയായിട്ട് തന്നെ ഇവിടെ നിലകൊള്ളും എന്ന് പാർവതീദേവി പറഞ്ഞ അപ്രത്യക്ഷമായത്. അപ്പോൾ അങ്ങനെ പാർവതീദേവി ഇവിടുന്ന് അപ്രത്യക്ഷമാകുമ്പോൾ പിന്നത്തെ കാലഘട്ടം മുതൽ ആ 12 ദിവസം മാത്രമേ ദേവിയുടെ നട തുറക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും നട അടച്ചു തുറക്കും. പക്ഷേ അത് 12 ദിവസം മാത്രം തുറക്കുമ്പോഴും വഴിപാടൊക്കെ എല്ലാ ദിവസങ്ങളും നടത്താറുണ്ട്. ദർശനം നടത്തുന്നത് 12 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് പാർവതി ദേവി 12 ദിവസം മാത്രം നട തുറക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയത്. ഓരോ ക്ഷേത്രത്തിനും പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ട് ഓരോ വഴിപാടുകൾ അല്ലെങ്കിൽ
ആ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ അത് പ്രതിഷ്ഠയുടെ സങ്കല്പം വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിൽ പ്രതിഷ്ഠാ സങ്കല്പം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ പ്രതിഷ്ഠയ്ക്ക് ഓരോ ഭാവങ്ങളിലാണ് പ്രതിഷ്ഠ നടത്തുന്നത്. ഇപ്പോൾ ശിവനാണെങ്കിൽ പല ഭാവങ്ങളുണ്ട്, പാർവതീദേവിക്കാണെങ്കിൽ പല ഭാവങ്ങളുണ്ട്. അങ്ങനെ ഓരോ ഭാവങ്ങളനുസരിച്ച് ദേവനും ദേവിയും പ്രത്യേകം അനുഗ്രഹിക്കണമെന്നാണ്. അനുഗ്രഹിക്കുക മാത്രമല്ല, അതിന് പ്രത്യേക വഴിപാടുകളുണ്ട്, പൂജാ ചിട്ടകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം മാറി മാറിയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ശിവൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ വലിയ വില്ലാളി വീരനാണെന്നുള്ള അഭിമാനം ഉണ്ടായിരുന്നു. ആരെയും ജയിക്കാമെന്നൊക്കെ ഒരു അഭിമാനത്തിലായിരുന്നു അർജുനൻ. അപ്പോൾ അവരുടെ പാണ്ഡവന്മാരുടെ ഉപദേശമായ ധൗമ്യ മഹർഷി പറഞ്ഞു, ഇതൊന്നും കാര്യമില്ല, അങ്ങ് ഈ ഗർഭമൊന്നും കാര്യമില്ല, ഇത് കൊണ്ട് അവരെ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഭീഷ്മര, ദ്രോണര്, അതുപോലെ തന്നെ വലിയ വലിയ ഭീകരന്മാർ അപ്പുറത്ത് കൗരവപക്ഷത്തുണ്ട്. അപ്പോൾ അവരൊക്കെ ജയിക്കണമെങ്കിൽ അങ്ങയ്ക്ക് എന്തെങ്കിലും ദിവ്യ അസ്ത്രം തന്നെ ലഭിച്ചാലേ അങ്ങയ്ക്ക് അതിൽ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് അർജുനനോട് ഉപദേശിക്കാറ്. അപ്പോൾ അർജുനൻ ഈ ഉപദേശം കേട്ട് അർജുനൻ വനത്തിലേക്ക് പോയി ഘോരമായ തപസ് ചെയ്യുക. അങ്ങനെ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തിലാണ് കുറേ കാലം ഭജന നടത്തി. അപ്പോൾ ശിവൻ്റെ അപ്പോൾ എല്ലാവരും ശിവനെ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാദേവൻ ഈ ഏത് ഭക്തനെയും പരീക്ഷിച്ചിട്ടേ എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഭജനം കണ്ടപ്പോൾ മഹാദേവൻ ഒരു കാട്ടാളിൻ്റെ വേഷത്തിലും പാർവതീദേവി ഒരു കാട്ടാളിയുടെ വേഷത്തിലും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഈ തപസ് മുടക്കാൻ. അത് കണ്ടപ്പോൾ ഈ അർജുനന് വളരെ കോപം വന്നു. അർജുനൻ വെള്ളിയെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷേ യുദ്ധത്തിൽ അർജുനൻ തോൽക്കുകയുണ്ടായത്. അപ്പോൾ ഇത്രയും കഴിവുള്ള ഒരാൾ തോൽവിധ വന്നപ്പോൾ അർജുനന് വളരെ വിഷമമായി. ഇതാരാണ് എന്നെ ഇങ്ങനത്തെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞ് ആ ആളുടെ കാൽക്കൽ വീഴാണ്. അപ്പോൾ മഹാദേവൻ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുക. യഥാർത്ഥ രൂപം കാണിച്ച് അർജുനനെ അനുഗ്രഹിക്കുന്നു. അതുപോലെ അർജുനന് പാശുപതാസ്ത്രം ദാനം ചെയ്യിച്ചത്. അപ്പോൾ അത് ആർക്കും തടുക്കാൻ വയ്യാത്ത അതിശക്തമായൊരു ആയുധമാണ്. അത് ഏത് ശത്രുവിനെയും നിഗ്രഹിക്കാൻ പറ്റുന്ന ഒരു അസ്ത്രമാണ്. അത് അർജുനന് കൊടുക്കുന്നു. അങ്ങനെ ഇവരെ അനുഗ്രഹിച്ച് ശിവനും പാർവതിയും മടങ്ങുകയാണ്. അതാണ് ഇതിൻ്റെ അതിന് ശേഷമുള്ള രൂപത്തിലാണ് ഇവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠ. അതായത് അനുഗ്രഹം നൽകി ശേഷമുള്ള ഭാവത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് മഹാദേവൻ എല്ലാ അനുഗ്രഹം നൽകും, ഇഷ്ട ലബ്ധി ലഭിക്കും, ഇഷ്ടമായ എന്താ ആഗ്രഹങ്ങളും സബലീകരിക്കും. ഇതിലൊക്കെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസവും അനുഭവവും. ഇതാണ് ശിവൻ്റെ പ്രതിഷ്ഠയുടെ സങ്കല്പം. അതുപോലെ തന്നെ പാർവതിയുടെ പ്രതിഷ്ഠയ്ക്കും പ്രത്യേകതയുണ്ട്. ഇവിടെ പാർവതീദേവി തന്നെ വളരെ കാലം തപസ് ചെയ്തിട്ടാണ് ശിവനെ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ശിവനെ തൻ്റെ പതിയായിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ പാർവതീദേവിക്ക് നല്ലൊരു അറിയാം ഒരു വിവാഹം നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് അന്ന് പാർവതീദേവിക്ക് കുടുംബത്തിലായാലും എല്ലാവരും ഈ ശിവനെ അനുഗ്രഹണം ചെയ്യേണ്ട, കാരണം ശിവൻ്റെ രൂപങ്ങൾ ഒന്നും അനുയോജ്യമല്ല എന്നൊക്കെ പറയുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തു പാർവതീദേവി. എങ്കിലും പാർവതീദേവിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് ആണ് വളരെ കാലം തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് പാർവതീദേവിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. ആ വിവാഹത്തിന് ശേഷമുള്ള രൂപത്തിലാണ് ഇവിടെ പാർവതീദേവിയുടെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് പ്രത്യേക സമയാസമയങ്ങളിൽ വിവാഹം നടക്കാനും ഇഷ്ടസന്താനലബ്ധിക്കും അതുപോലെ ദീർഘമായ മംഗല്യത്തിനൊക്കെ പ്രത്യേകം ദേവി അനുഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾക്ക് അനുഭവം. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ദർശനം നടത്തുന്നത് ഇവർക്കൊക്കെ ഈ ഇത്തരം ആഗ്രഹങ്ങൾക്കൊക്കെ ദേവി പ്രത്യേകം അനുഗ്രഹിക്കുകയും അവർക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഓരോ വഴിപാടുകൾ ഇവിടെ ചെയ്യുകയും എല്ലാ കൊല്ലവും ഇവിടെ ഭക്തജനങ്ങൾ കൂടി വരുന്നത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോഴത്തെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ വന്ന് ദർശനം നടത്തുന്നുണ്ട്. അവർക്കൊക്കെ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ. ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും നടയിൽ കൊളുത്താനുള്ള ദീപവും അകവൂർ മനയിൽ നിന്ന് നടത്തുറപ്പ് ദിവസം രഥഘോഷയാത്രയായിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ ഘോഷയാത്രയിൽ താലമെടുക്കുന്നത് മംഗല്യസിദ്ധിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണ്.
ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലുടൻ ആചാരവിധിപ്രകാരമുള്ള ചടങ്ങുകളോടെ ദേവിയുടെ തിരുനട തുറക്കും. സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങിയ ദേവിയുടെ ദിവ്യരൂപം ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുക. തുടർന്നുള്ള 11 ദിവസങ്ങളിൽ രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ് ദർശന സമയം. ഈ 12 ദിവസങ്ങളിലെ പ്രധാന വഴിപാടുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമസ്കാരം. അടുത്ത 2026 ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അമ്മയുടെ നട തുറക്കുകയാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹാ ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമയമെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മഹാദേവൻ്റെ നട തുറക്കും, അകത്ത് ഭഗവതിക്ക് പൂജയൊക്കെ ഉണ്ടെങ്കിലും ഈ 12 ദിവസം അമ്മയുടെ തിരുനട തുറന്നിരിക്കുന്ന ദിവസങ്ങളാണ്. അടച്ചു കിടക്കുന്ന സമയം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ ഭക്തന്മാർക്ക് വേണ്ടി അമ്മ നോക്കിയിരിക്കുകയാണ്, എല്ലാവരെയും കാണാനായിട്ട്, അനുഗ്രഹിക്കാനായിട്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ വന്ന് ദർശനം നടത്താൻ തരാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനൊപ്പം തന്നെ ഇവിടെ പ്രധാനമായിട്ട് ആ സമയത്ത് വിവാഹം നടക്കാനായിട്ട് ഇവിടെ ഈ നടയിൽ വന്ന് പ്രാർത്ഥിക്കുക. ഒരു പട്ടും പുടവയും നടക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹസാധ്യം ധാരാളം തരാവും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും നെടുമംഗല്യത്തിന് അങ്ങനെ കുടുംബബന്ധമായിട്ടുള്ള എന്ത് വിഷയങ്ങളും അമ്മോട് പറഞ്ഞാൽ അമ്മ സാധിപ്പിച്ചു തരും. അത് സന്താന സൗഭാഗ്യം, ജോലി കാര്യങ്ങൾ, അപ്പോൾ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം പറ്റുമല്ലോ. എല്ലാ കാര്യങ്ങൾക്കും അമ്മയെ കണ്ട് ആ സങ്കടം ഉണർത്തിച്ചു കഴിഞ്ഞാൽ അപ്പം അതിനുള്ള പരിഹാരം കിട്ടും. ഇനി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 പേരും കൂടി വന്ന് പട്ടും താലിയും നടക്കി വെച്ച് മഞ്ഞൾപ്പറയൊക്കെ നിറച്ച് തൊഴുതു പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. അതും വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. ഇനി നടതുറപ്പ് സമയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആ സമയങ്ങളിൽ മാത്രമേ അമ്മ സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്ത് നിൽക്കുന്നൊരു അവസ്ഥയാണ്. അപ്പം ആ സമയത്ത് ഈ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഉടയാട, അമ്മയ്ക്ക് ഉടയാട സമർപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ചെറുതാലിക്കൂട്ടം, നെടുമംഗല്യമുള്ള സ്ത്രീകൾക്ക് ചെറുതാലിയാണ് പ്രധാനം. ആ ചെറുതാലിക്കൂട്ടം സമർപ്പിക്കുക അമ്മയ്ക്ക് ചാർത്താനായിട്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെയധികം കുടുംബ സൗഭാഗ്യത്തിനും എല്ലാ ഐശ്വര്യങ്ങൾക്കും വിശേഷമായിട്ടുള്ള ഒരു വഴിപാടാണ്. അത് താലിക്കൂട്ടം സമർപ്പിക്കുക വളരെ വിശേഷമാണ്. ഈ സമയങ്ങളിൽ അമ്മയ്ക്ക് പുഷ്പാഞ്ജലി കഴിക്കുന്നത്, അർച്ചനകൾ നടത്തുന്നതൊക്കെ വളരെ വിശേഷമാണ്. ഈ സമയത്ത് മാത്രമേ ഭക്തന്മാർക്ക് അത് നേരിട്ട് അവനവൻ്റെ സങ്കടത്തോടു കൂടി അത് തിരുനടയിൽ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഭാഗ്യസൂക്തം, പുരുഷസൂക്തം തുടങ്ങി ശ്രീസൂക്തം, വിദ്യാമന്ത്രങ്ങൾ, അങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പുഷ്പാഞ്ജലികളും നമ്മൾ പ്രത്യേകം അതിനുവേണ്ടി ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടൊക്കെയാണ് ചെയ്യുക. കാരണം ഒരുപാട് പുഷ്പാഞ്ജലികൾ ചെയ്യാനുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് തന്നെ പറയട്ടെ, തുടർച്ചയായിട്ട് പുഷ്പാഞ്ജലികളും കാര്യങ്ങളും നടത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക്. അപ്പം അതിനുള്ള സൗഭാഗ്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ വരുന്ന ആൾക്കാർക്ക് ഈ പട്ട്, താലി, പുടവ, എണപ്പുടവയാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള വസ്ത്രം ധരിക്കാനായിട്ട്. അപ്പോൾ എണപ്പുടവ നടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. പിന്നെ കുട്ടികളുണ്ടാവാനാണെങ്കിൽ തൊട്ടിൽ, അതിവിടെ തൊട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ആ തൊട്ടിൽ അമ്മയുടെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കാം. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഈ ക്ഷേത്ര മതിൽക്കെട്ട് ഒരു അപൂർവ ദേവസംഗമ ഭൂമി കൂടിയാണ്. ചുറ്റമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി സതീദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സതീദേവിയുടെ താലി വീണ സ്ഥലമാണെന്നും ഐതിഹ്യമുണ്ട്. പാർവതി നട 12 ദിവസമേ തുറക്കൂവെങ്കിലും സതീനട എല്ലാ ദിവസവും തുറന്നിരിക്കും. സതീദേവിയുടെ നടയ്ക്കടുത്ത് മേൽക്കൂരയില്ലാത്ത തറയിൽ ഭദ്രകാളിയും തെക്കു പടിഞ്ഞാറായി കിഴക്കോട്ട് ദർശനമായി ശ്രീധർമ്മശാസ്താവും വടക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി മഹാവിഷ്ണുവും കുടികൊള്ളുന്നു. പ്രധാന പ്രതിഷ്ഠയോളം തന്നെ പഴക്കം ഈ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്കും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കിഴക്കേ ഗോപുരത്തോട് ചേർന്നാണ് നാഗപ്രതിഷ്ഠ. നാഗരാജാവായ വാസുകിക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. നടതുറപ്പ് മഹോത്സവം ഭംഗിയായി നടത്തുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ഭക്തജനങ്ങളെ, ആലുവ തിരുവേരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 മുതൽ 13 വരെയാണ് ആഘോഷിക്കുന്നത്. നടതുറപ്പ് ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ ശ്രീകോവിലിൽ
മഹാദേവൻ കിഴക്കോട്ടും പാർവതി ദേവി പടിഞ്ഞാറോട്ടും ദർശനമായി ഇരിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമാണ് ദേവിയുടെ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കൂ എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാനം. ഈ സമയങ്ങളിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ദേവീ ദർശനം നടത്തുന്നു. പ്രധാനമായും ഇവിടെ വരുന്നത് മംഗല്യഭാഗ്യം തേടി ഭക്തജനങ്ങളാണ്. വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ദേവിയെ ദർശിച്ച് പട്ട് സ്വയംവരാർച്ചന എന്നിവ നടത്തി ദേവിയെ പ്രാർത്ഥിച്ചു പോയി സാധാരണ അവർ അടുത്ത നടവറപ്പിന് വീണ്ടും വരുമ്പോൾ മംഗല്യം കഴിഞ്ഞ് വരുന്ന ഒരവസ്ഥ ഇവിടെ അനുഭവമാണ് ഉള്ളത്. ഈ 12 ദിവസം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നതിന് ക്ഷേത്ര ട്രസ്റ്റ് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നടതുറപ്പുത്സവത്തിൻ്റെ വിജയപ്രദമായ നടത്തിപ്പിന് വേണ്ടി എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ജനുവരി 2 ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഭക്തജനങ്ങളുടെ ദർശനത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ സൈഡിലുള്ള ഗ്രൗണ്ടിൽ വെർച്വൽ ക്യൂവിനുള്ള സൗകര്യവും തെക്കേ സൈഡിൽ സാധാരണ ക്യൂവിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3000-4000 പേർക്ക് നിൽക്കാൻ കഴിയുന്ന ക്യൂ സംവിധാനമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വരുന്ന ഭക്തജനങ്ങൾക്ക് വഴിപാട് സാധനങ്ങൾ സൗകര്യപൂർവ്വം വാങ്ങിക്കുന്നതിനും അവർക്ക് സുഗമമായ ദർശനം നടത്തുന്നതിനും വേണ്ട സജ്ജീകരണങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ഈ സൗകര്യം ക്ഷേത്രത്തിൻ്റെ ആചാരമര്യാദകളനുസരിച്ച് വളരെ സുഗമമായി ദർശനം നടത്തണമെന്നും ഈ സൗകര്യത്തിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്താൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോലീസ് സംവിധാനങ്ങൾ, വാളണ്ടിയേഴ്സ് എല്ലാവരും ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി സജ്ജമാണ്. അവരുമായിട്ട് സഹകരിച്ച് സുഗമമായ ദർശനം നടത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു. 2026 ജനുവരി 2 ആരംഭിക്കുന്ന നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ട്രസ്റ്റ് ഈ വർഷം ഒരുക്കിയിട്ടുള്ള വിവിധമായ ഒരുക്കങ്ങളെക്കുറിച്ച് കേരളത്തിനും വെളിയിലും കേരളത്തിനകത്തും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് വിപുലമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിൻ്റെ സൗകര്യമുണ്ട്. ദിവസവും അന്നദാനത്തിൻ്റെ സൗകര്യം ഉണ്ടായിരിക്കും. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ചികിത്സാ സഹായം, ആയുർവേദം, ഹോമിയോ, അലോപ്പതി എന്നീ മേഖലകളിലുള്ള ഡോക്ടർമാരുടെ സേവനം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് തിരക്ക് അനുഭവപ്പെടാതെ കൊണ്ട് ക്യൂ സൗകര്യത്തിലൂടെ നല്ല ക്യൂ സൗകര്യം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ട്രാൻസ്പോർട്ടിൻ്റെ ബഡ്ജറ്റ് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ഏകദേശം ഒരു 300
വണ്ടികളാണ് ഈ തവണ എത്തിച്ചേരാൻ പോകുന്നതെന്നാണ് ട്രാൻസ്പോർട്ട് MD അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് യഥേഷ്ടമായി പാർക്ക് ചെയ്യുന്നതിന് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരു 5-6 ഗ്രൗണ്ട് തന്നെ, പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന, അല്ലാതെ കൊണ്ട് തന്നെ വരുന്ന, ജില്ലാ തലത്തിൽ വരുന്ന ടൂറിസ്റ്റ് ബസ് ഓണേഴ്സിൻ്റെ യോഗം വിളിച്ച് അവർ ഓരോ സ്ഥലങ്ങളിൽ, ഓരോ സെൻറ്ററുകളിലും ബുക്ക് ചെയ്ത് അവരുടെ വണ്ടികളും ഈ ക്ഷേത്രത്തിൽ ഓരോ ദിവസം ഇങ്ങനെ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ക്ഷേത്രം അവരുടെ ഒരു സമ്മേളനം വിളിക്കുകയും ആ സമ്മേളനത്തിൽ വളരെ കൃത്യമായ രീതിയിൽ അവരുടെ ഒരുക്കങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുകയും നമ്മളെ അതുമായിട്ട് തന്നെ ടൂറിസത്തിൻ്റെ അതുമായി തന്നെ സംസാരിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർ അതിനെ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ മാരമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് ശ്രീമൂലം പാലം വഴി ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറി തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ കീഴേടമായ കുട്ടമന ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ആലുവ തിരുവൈരാണിക്കുളത്ത് അടുത്തുള്ള കുട്ടമന ഭഗവതി ക്ഷേത്രത്തിലെ ഊരാൺമ കുടുംബാംഗമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. പിന്നെ ഈ ഒരേ പീഠത്തിൽ തന്നെയാണ് 5 പ്രതിഷ്ഠകളുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിനുണ്ട്. ശിവനാണ് നടുക്ക്, വലതുഭാഗത്ത് ഭൂതഗണങ്ങളായ ഭദ്രകാളി, അന്തിമഹാകാളൻ, ഇടതുഭാഗത്ത് മക്കളായ ഗണപതി, ശാസ്താവ്. അങ്ങനെ 5 പേരാണ് ഒരേ പീഠത്തിൽ ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ അമ്പലങ്ങളിലുള്ള വഴിപാടുണ്ട്. പുറമെ പ്രധാനപ്പെട്ട വഴിപാട് ഇവിടെ പൂമൂടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മനഃശാന്തിക്കാണ്, മനസ്സിന് മനസുഖം ലഭിക്കാനായിട്ട് ഇവിടുത്തെ ഗുരുതി പുഷ്പാഞ്ജലി, പൂമൂടൽ, ഇതൊക്കെ വളരെ ഉത്തമമാണെന്നാണ് എല്ലാവർക്കും അനുഭവവും വിശ്വാസവും. വിശ്വാസവും ഐശ്വര്യവും നേടുന്ന ഈ പുണ്യ തീർത്ഥാടനത്തിന് എല്ലാവർക്കും സ്വാഗതം.